Hello, my dear students. How are you all? Hope you all are fine. അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ പാർട്ട് 1-ലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററും നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുമായ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു മെമ്മോയറാണ്. മെമ്മോയർ ബൈ സത്യജിത് റായ്, അല്ലേ? ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കർ ഇൻ ഇന്ത്യ. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ന് അതിൻ്റെ ആക്ടിവിറ്റീസിലോട്ട് കടക്കുകയാണ്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോജക്റ്റ് ടൈഗറിലെ 4ാമത്തെ ആക്ടിവിറ്റിയും 6ാമത്തെ ആക്ടിവിറ്റിയുമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 4ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് ആദ്യം നോക്കാം. According to the Prevention of Cruelty to Animals Act, if an animal is used for the purpose of entertainment, it shall be according to strict norms suggested by the Act. എന്താ പറയണത്? ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടിയത് മാത്രമല്ല, സർക്കസിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മൃഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിന് അതീതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഈ ഒരു ഫിലിമിൽ അതിൻ്റെ ഡയറക്ടർ സത്യജിത് റായ് ഒരു ടൈഗറിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ടൈഗറിനെ ഉപയോഗിക്കുമ്പോൾ ആ നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നിയമത്തിന് അതീതമായിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നോക്കൂ, ഇമാജിൻ റേ writes a letter to the chairman of Animal Welfare Board of India, informing him the details of the shoot and ensuring him that the rules will be strictly adhered to. Draft the likely letter. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയോ ഒരു ഫിലിമിന് വേണ്ടിയോ ഒക്കെ നമ്മൾ ആനിമൽസിന് ഉപയോഗിക്കുമ്പോൾ അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, അതിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ നമുക്ക് മൃഗങ്ങളെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇമാജിൻ റേ റൈറ്റ്സ് എ ലെറ്റർ. നമ്മുടെ സത്യജിത് റായ് ഒരു കത്ത് എഴുതുകയാണ്. ആർക്കാണ് കത്ത് എഴുതുന്നത്? ടു ദ ചെയർമാൻ ഓഫ് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ഇൻഫോമിങ് ഹിം, അദ്ദേഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി എന്ത്? ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഷൂട്ട്, ഈ ടൈഗറിനെ ഉപയോഗിച്ചിട്ടുള്ള ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. ആൻഡ് എൻഷുറിങ്, ഉറപ്പുവരുത്തിക്കൊണ്ടും ഹിം, അദ്ദേഹത്തോട് അല്ലെങ്കിൽ ചെയർമാനോട് എന്ത്? ദ റൂൾസ് വിൽ ബി സ്ട്രിക്ട്ലി അഡെയർഡ് ടു, എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഷൂട്ടിങ് ചെയ്യുള്ളതെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിക്കൊണ്ടും നമ്മുടെ സത്യജിത് റായ് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനിക്ക് ഒരു കത്ത് എഴുതാണ്. ഡ്രാഫ്റ്റ്സ് ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ നമ്മുടെ റായ് എഴുതാൻ സാധ്യതയുള്ള കത്ത് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ലെറ്ററാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. ലെറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2 കാര്യം ആദ്യം ശ്രദ്ധിക്കണം. ആദ്യം ഫ്രണ്ട്ലി ലെറ്ററാണോ ഒഫീഷ്യൽ ലെറ്ററാണോ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോർമാറ്റ് പോലെയല്ല ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒഫീഷ്യൽ ലെറ്ററാണ് തയ്യാറാക്കാനുള്ളത്. അതിൻ്റെ കൃത്യമായ ഫോർമാറ്റ് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് കാണാം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു ഒഫീഷ്യൽ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡർ. ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? നമ്മൾ ആദ്യമൊക്കെ എഴുതിയിരുന്നത് ഫ്രം ചു എന്നൊക്കെ എഴുതിയിട്ടാണ്. ഇപ്പോൾ ആ ഫ്രം ചു എഴുതുന്നില്ല, അതിന് പകരം അഡ്രസ്സ് ഡയറക്റ്റാണ് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡർ, കത്ത് അയക്കുന്ന ആളുടെ പേരും വിലാസവും. പിന്നെ ഡേറ്റ്, കത്ത് അയക്കുന്ന ഡേറ്റ്. തൊട്ട് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റിസീവർ, ആർക്കാണോ കത്ത് അയക്കുന്നത് അയാളുടെ പേരും അഡ്രസ്സും. ദെൻ സല്യൂട്ടേഷൻ. ഈ സല്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഒഫീഷ്യൽ ലെറ്ററിനും ഫ്രണ്ട്ലി ലെറ്ററിനും സല്യൂട്ടേഷൻ വ്യത്യാസമുണ്ട്. ഒഫീഷ്യൽ ലെറ്ററിന് നമ്മൾ റെസ്പെക്റ്റഡ് സാർ, അല്ലെങ്കിൽ ഹലോ സാർ, ഹായ് മാഡം, അല്ലേ? സാധാരണ നോർമലി നമ്മൾ ഉപയോഗിക്കാം റെസ്പെക്റ്റഡ് സാർ അല്ലെങ്കിൽ ഹായ് സാർ എന്നൊക്കെ ഉപയോഗിക്കാം. അതാണ് സല്യൂട്ടേഷൻ. പിന്നെ സബ്ജക്റ്റ്, അഥവാ ആ ഒരു സബ്ജക്റ്റ് വായിക്കുമ്പോൾ തന്നെ എന്താണ് കത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, അതിനാണ് അവിടെ സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ കത്ത് എഴുതുന്നതെന്നുള്ള ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ആവശ്യകത, പർപ്പസ് ഓഫ് ദി ലെറ്ററാണ് സബ്ജക്റ്റിൻ്റെ കോളത്തിൽ എഴുതേണ്ടത്. ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ. ദെൻ നമ്മൾ കത്ത് എഴുതാൻ തുടങ്ങുകയാണ്. അതിൽ ബോഡി ഓഫ് ദ ലെറ്റർ,
ആദ്യം വേണ്ടത് ഇൻട്രൊഡക്ഷൻ, ലൈക്ക് ദാറ്റ് സബ്ജക്റ്റ് ഡീറ്റെയിൽസ്, കൺക്ലൂഷൻ. അതൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഞാൻ ഈ കത്ത് എഴുതുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് അഥവാ പർപ്പസ് ഓഫ് ദ ലെറ്റർ, ലെറ്ററിൻ്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് കത്ത് എഴുതുന്നത് എന്നുള്ളത് കൊടുക്കുക. ദെൻ കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷൻ. ഓക്കെ. ദെൻ കോംപ്ലിമെൻ്ററി ക്ലോസ്. പല രൂപത്തിൽ നമ്മൾ കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കാറുണ്ട്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുക്കാറുണ്ട്, യുവേഴ്സ് ട്രൂത്ത്ഫുള്ളി എന്ന് കൊടുക്കാറുണ്ട്, വിത്ത് ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ഇവിടെ നമ്മളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണല്ലോ കത്ത് എഴുതുന്നത്. അപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ എന്ന് കൊടുക്കുക അല്ലേ. പിന്നെ സിഗ്നേച്ചറാണ്, പിന്നെ കത്ത് എഴുതുന്ന ആളുടെ പേരാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് നിങ്ങൾ ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അവലംബിക്കേണ്ടത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് ആറാമത്തത് എന്താണ്? ആറാമത്തെ ആക്ടിവിറ്റി, ആഫ്റ്റർ റീഡിംഗ് ദ ആർട്ടിക്കിൾ പ്രോജക്റ്റ് ടൈഗർ യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ബിഹൈൻഡ് ഫിലിം മേക്കിംഗ്. The article also throws lights on the research done by master filmmakers like Hitchcock and Ray before shooting a film. Are the new generation filmmakers serious about filmmaking? Conducts a debate on this topic in the class. You may first think about the points for and against the topic and then develop a speech to be made in favor of or against ന്യൂ ജനറേഷൻ ഫിലിംസ് ആൻഡ് ഫിലിം മേക്കേഴ്സ്. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ നോക്കുക. ആഫ്റ്റർ റീഡിങ് ദ ആർട്ടിക്കിൾ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ബിഹൈൻഡ് ഫിലിം മേക്കിംഗ്. ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. The article also throws light on the research done by master filmmakers like Hitchcock and Ray before shooting a film. ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ റേനെ പോലെയുള്ള അല്ലെങ്കിൽ ഹിച്ച്കോക്കിനെ പോലെയുള്ള സിനിമാ നിർമ്മാതാക്കൾ അവർ കണ്ടെത്തുന്ന ഓരോ അവരുടെ റിസർച്ചുകളും അവരുടെ ചിന്താഗതികളൊക്കെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ കാണാൻ കഴിയും. ആർ ദ ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സ് സീരിയസ് അബൌട്ട് ഫിലിം മേക്കിംഗ്? പക്ഷേ ഇന്നത്തെ പുതിയ സിനിമാ നിർമ്മാതാക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സീരിയസ് ആണോ? അവർ ഗൗരവത്തോടെയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാറുള്ളത്? കണ്ടക്ട് ഡിബേറ്റ്സ് ഓൺ ദിസ് ടോപ്പിക് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു സംവാദം, ഒരു ഡിബേറ്റ്സ് ഉണ്ടാക്കാനാണ്, ഒരു സംവാദം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ ഫസ്റ്റ് തിങ്ക് അബൌട്ട് ദ പോയിൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ദ ടോപ്പിക്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത് രണ്ട് വിഭാഗം ആളുകളുണ്ടാവും. ഒരു വിഭാഗം ആ വിഷയത്തെ അനുകൂലിക്കുന്നവരും മറ്റു വിഭാഗം ആ വിഷയത്തെ പ്രതികൂലിക്കുന്നവരുമാണ്. ഓക്കെ. അപ്പോൾ ഫോർ ദ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ദെൻ ഫോർ എന്ന് പറഞ്ഞാൽ വിഷയത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നതാണ്. എഗൈൻസ്റ്റ് ദ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിഷയത്തെ പ്രതികൂലിച്ച് സംസാരിക്കുന്നവരാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ രണ്ടും തയ്യാറാക്കണം. അപ്പോൾ ഡിബേറ്റിന് വേണ്ട ഫോർ, അപ്പോൾ നമ്മൾ പോയിന്റുകളാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ആർ ദ ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സ് സീരിയസ് അബൌട്ട് ഫിലിം മേക്കിംഗ്, ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ആണി എന്ന് പറയുന്ന ആളുകൾ ഒരു വിഭാഗം ഉണ്ടാവും, അല്ല എന്ന് പറയുന്ന ആളുകൾ ഒരു വിഭാഗം ഉണ്ടാവും. ഈ ആണി എന്ന് പറയുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ വാദം എന്താ പറയുക, ഉന്നയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വാദം മറ്റുള്ളവരുടെ മനസ്സിൽ അതാണ് ശരിയെന്ന് കാണിക്കുന്നതിന് വേണ്ട പോയിന്റുകൾ പറയണം. അതിനെതിരെ സംസാരിക്കുന്നത് എഗെയിൻസ്റ്റ് ദ ടോപ്പിക്കിനെതിരെ സംസാരിക്കുന്നവർ അങ്ങനെയല്ല, അവർ സീരിയസ് അല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വാദം ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെയാണ് ഡിബേറ്റ് നടത്തുക. ഓക്കെ. അപ്പോൾ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫോറിനും പോയിന്റ് എഴുതണം, എഗെയിൻസ്റ്റിനും പോയിന്റ് എഴുതണം. എന്നിട്ട് പിന്നെ ഒരു സംഭവം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡെവലപ്പ് എ സ്പീച്ച് ടു ബി മെയ്ഡ് ഇൻ എ ഫേവർ ഓർ എഗെയിൻസ്റ്റ് ന്യൂ ജനറേഷൻ ഫിലിംസ് ആൻഡ് ഫിലിം മേക്കേഴ്സ്. എന്നിട്ട് പിന്നെ ഒരു സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രസംഗം തയ്യാറാക്കുക. എന്താണ് ഇന്നത്തെ ഫിലിം മേക്കേഴ്സും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഫിലിം മേക്കിങ്ങും അതിലുള്ള പ്രശ്നങ്ങളും അതിലുള്ള പോരായ്മകളും അതേപോലെ തന്നെ അതിലുള്ള പഴയ ഫിലിം മേക്കേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ഫിലിമിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാനും കൂടി ഇവിടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 കാര്യങ്ങൾ ശരിക്കും പഠിക്കുന്നുണ്ട്. ഒന്ന് ലെക്ചർ മേക്കിങ്, മറ്റൊന്ന് ഡിബേറ്റ്സ്, മറ്റൊന്ന് സ്പീച്ച്. ഓക്കെ. അപ്പോൾ
എല്ലാ ആക്ടിവിറ്റീസും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വിട്ടു തരണം കേട്ടോ എല്ലാവരും. കാരണം ഈ ചാപ്റ്റർ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പബ്ലിക് എക്സാമിന് മസ്റ്റായിട്ട് ചോദിക്കുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 1 ലെക്ചർ മേക്കിംഗ് ആണ്, 2 ഡിബേറ്റ്സ് ആണ്, 3 സ്പീച്ച് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ലെക്ചർ ഉണ്ടാക്കണം, ഡിബേറ്റിന് വേണ്ട ഫോറിന് ഒരു 5 പോയിൻ്റ് എഴുതണം, എഗെയിൻസ്റ്റിന് ഒരു 5 പോയിൻ്റ് എഴുതണം, ദെൻ ഫൈനലി ഒരു സ്പീച്ച് തയ്യാറാക്കുക. ഓക്കെ. പിന്നെ ഇന്നത്തെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല സാർ എന്ന് പറഞ്ഞിട്ട് ആരും കമൻ്റ് ഇടാൻ നിൽക്കണ്ട. പിന്നെ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പേരും ക്ലാസ്സും അതേപോലെ തന്നെ ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് സാർ, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പേഴ്സണലായിട്ട് അവർക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച്.